പാറമട വീട്ടിലെ ഏത് ഫ്രണ്ട്? കേടന്നൂരിലല്ലേ? സത്യം പറ, നീ കേശുവിനെ കാണാൻ പോവല്ലേ? ആണെങ്കി എന്താണ് ഉദ്ദേശം? ഇന്ന് നീ അവനോട് ഇഷ്ടം തുറന്നു പറയോ? എന്തിഷ്ടം? വേണ്ട വേണ്ട, എന്റെ അടുത്ത് അടവിറക്കല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, പറയാനുള്ള കാര്യം എത്രയും പെട്ടെന്ന് തുറന്നു പറഞ്ഞേക്ക്. അതൊന്നും ശരിയാവില്ല. അവനൊരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്ക. അപ്പൊ വേണ്ട. എന്ത് ശരിയാവില്ലെന്ന്? എല്ലാം ശരിയാവും. നീ കൂടുതലൊന്നും ആലോചിക്കാതെ കാര്യം തുറന്നു പറഞ്ഞു. പറയണോ? പറയുന്നേ. പറയാല്ലേ? പിന്നല്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. ചിലപ്പോ ഡിപ്രഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആണോ? ആന്ന്. എന്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ ബ്രേക്കപ്പ് ആയ സമയത്ത് 5-6 ദിവസം നിർത്താതെ കരയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോ ടപ്പേന്ന് ദിവസം കരച്ചിലങ്ങ് നിർത്തി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് മിണ്ടി. ഇത് പേടിക്കൊന്നും വേണ്ട, കേശുവിന് അങ്ങനെ കരച്ചിലൊന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്തൊക്കെ മിണ്ടുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഡിപ്രഷൻ അകത്തായിരിക്കും. എന്നാലും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാ. സൂക്ഷിക്കാം. പിന്നെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കൂടെ ഉള്ളതും നല്ലതാ. അതിനും ഞങ്ങൾ ശ്രമിക്കാം. മതി, ഒരു ശ്രദ്ധ ഉണ്ടായാൽ മതി. യേശുവിന്റെ ഫ്രണ്ട് പ്രാങ്കത്തി എത്തിയ എന്താണ് സുഖം. മീനു പറയുമായിരുന്നേ, കേശുവിനെ നമ്മൾ കുറച്ചും കൂടെ കെയർ ചെയ്യണമെന്ന്. അവന് ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ടെന്ന്. അവൻ അങ്ങനെ ഡിപ്രഷൻ വരുത്തൊന്നുമില്ല. അവൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലേ വേറെ 10 പെമ്പിള്ളാർ ഇവിടെ വരും. അയ്യോ, ഞാനങ്ങനെ ഉദ്ദേശിച്ചു വന്നല്ലോ കേട്ടോ ചേച്ചി. ഞാനൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. ആണല്ലേ? ഞാൻ പെട്ടെന്ന് ടെൻഷൻ ആയി പോയി. എന്തിന്? രാത്രി ഒന്നും ഇല്ലാതെ എനിക്ക് മാത്രം തൊണ്ടൊരു ചായ വെച്ച് തരാൻ പ്രശ്നം? എന്റെ കെട്ടിയോന് ഞാൻ ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കും. നിനക്ക് വേണമെങ്കിൽ ആരെങ്കിലും കെട്ടിക്കൊണ്ട് നിർത്തടാ. എന്നിട്ട് ചായ ചോറ് എന്താന്ന് വെച്ചാൽ വെച്ചുണ്ടാക്കിപ്പിക്കും. കേശുവിന് ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കട്ടെ? അല്ല, എനിക്ക് ചായ ഉണ്ടാക്കാനൊക്കെ അറിയാം. ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ. എങ്ങോട്ട്? കഴുകുണ്ട്. ഇങ്ക സിങ്ക്. ചേച്ചിയെ, കേശുവിന് കട്ടൻ ചായ ആണോ ഇഷ്ടം, പാൽ ചായ ആണോ ഇഷ്ടം? കട്ടൻ ചായ. ഓക്കെ. ചായപ്പൊടി എവിടെ ഇരിക്കുന്നത്? തേയില ആ ഷെൽഫിലുണ്ടാവും. ആ, എന്താടാ? പ്രാങ്ക് വല്ലോ ആണോ? കണ്ടിട്ട് ഇത് പ്രാങ്ക് ആയിട്ട് എനിക്ക് തോന്നണില്ല. ഇല്ലേ? അല്ല, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? പക്ഷേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് സമയമാകുമ്പോ ചേച്ചി പറഞ്ഞുതരാം. ആരില്ല, ഒറ്റക്കിട്ട്. ഇനി പറയാം. കേശു, മീനു ആണോ? ആ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്. ഇത് ഒളിച്ചിരിക്കണാ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, കാര്യം പറ. എന്ത്? ഞാൻ അങ്ങോട്ട് പറഞ്ഞു പറ. അയ്യോ, ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. എന്ത്? എനിക്ക് അത് മുഖത്തോക്കി പറയാൻ ഒരു ചമ്മല്.
പറ 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 പ്രാങ്ക് അല്ലേ ക്യാമറ വെച്ചേക്കുന്നത് പറ. പ്രാങ്ക് ഒന്നും അല്ല. പ്രാങ്ക് അല്ലെന്ന് എനിക്ക് എങ്ങനെ പറയണ്ടേന്നറിയില്ല. കുഴപ്പമില്ല പറ. പറയട്ടെ? ഓ പറ. എനിക്ക് എന്തോ പോലെ. കേശു പോയോ? ഇല്ല പോയില്ല, ഇപ്പൊ പോയാലേ. ഞാൻ കൊറേ കാലായി പറയണം എന്ന് വിചാരിക്കണു. അതിപ്പൊ തന്നെ പറയാൻ കിട്ടിയുള്ളല്ലേ? പറ. ഇനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. അല്ല പറയണോന്ന് അത്ര നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. പറ. പറഞ്ഞ തന്നെ കളിയാക്കല്ലേ? ഏയ്. ശ്ശോ. കേശു ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാ മതി. ഓ ഞാൻ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. പറയട്ടെ? ഞാൻ പറയുവേ. പറ പറ പറ. കേശു, ജീവിതം ഒരു പ്രാങ്ക് അല്ലല്ലോ കേശു, അതൊരു റിയാലിറ്റി അല്ലേ? ഭീകരമായ റിയാലിറ്റി. ജീവിതത്തില് ഇനിയും കൊറേ പ്രാങ്കുകൾ ഉണ്ടാവും. ഉണ്ടാവും. എന്റെ പ്രാങ്കുകൾക്കൊപ്പം ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവോ കേശു? കേശു, ഞാൻ പ്രാങ്ക് ചെയ്ത് പറ്റിക്കുമെങ്കിലും ജീവിതത്തില് പ്രാങ്ക് ഇല്ലെങ്കിൽ ഞാൻ പറ്റിക്കില്ല. കേശു, ഇത് അവളുടെ നല്ല ഒന്നാം തരം പ്രാങ്കാണ്. നിങ്ങൾ ഇതിനുള്ള മറുപടി കൊടുത്താൽ മതി. ഞാൻ പോണു. അല്ലേ നമ്മളോടാ. കേശു എന്താ ഒന്നും പറയാത്തെ? ഞാൻ പറഞ്ഞാ മതിയോ? ഞാൻ പറയാന്ന്. ചേച്ചി ഒന്നും പറയണ്ട. എങ്കിൽ പിന്നെ ചേട്ടൻ പറയാം. എന്താ പറയണ്ട. അങ്ങനെ പറയല്ലേ, ഞങ്ങൾ പറയാന്ന്. ഞാൻ പറഞ്ഞ എല്ലാം കേട്ടോ? കേട്ടു. കേട്ടല്ലേ? പ്രാങ്ക് ആയിരിക്കും അല്ലേ? ഞാൻ എല്ലാരെയും പറ്റിച്ച് ചമ്മിപ്പോയെ. അതെ അതെ, കേശു ഞങ്ങളുടെ ചങ്ക. ഞങ്ങൾ എന്തെങ്കിലും പറയണോ?